ബൈനറി സെർച്ച് ട്രീ. ഒരു ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് ഇതൊരു എക്സാമ്പിൾ ആണ് ബൈനറി ട്രീ സെർച്ച് ട്രീയുടെ. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റൂട്ട് നോഡിനെക്കാട്ടിലും ലെസ് വാല്യൂ ആയിരിക്കും ലെഫ്റ്റ് സബ് ട്രീക്ക് ഉണ്ടാകുന്നത്. ദെൻ റൂട്ട് നോഡിനെക്കാട്ടിലും കൂടുതൽ വാല്യൂസ്, ഗ്രേറ്റർ വാല്യൂസ് ആയിരിക്കും റൈറ്റ് സബ് ട്രീയിൽ ഉണ്ടാകുന്നത്. അപ്പം ഹിയർ റൂട്ട് നോഡ് 62 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 62 ലെസ് ആണ് ഈ 14, 12, 22, 3, 13, 20, 32. എൻറ്റയർ ലെഫ്റ്റ് സബ് ട്രീയിലുള്ള വാല്യൂസ് 62-നേക്കാളും കുറവാണ്. ദെൻ റൈറ്റ് ഹാഫ്, അതായത് റൈറ്റ് സബ് ട്രീ, എൻറ്റയർ റൈറ്റ് സബ് ട്രീ നമ്മൾ നോക്കുകയാണെങ്കിൽ 62-നേക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂസ് ആയിരിക്കും. 96, 75, 105, 69, 87, 102, 125 ഇതെല്ലാം റൂട്ട് നോഡായ 16-നേക്കാട്ടിലും കൂടുതലാണ്. ഈ ബൈനറി സെർച്ച് ട്രീയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ക്രിയേറ്റ് എ ബൈനറി സെർച്ച് ട്രീ ഫോർ ദ ഫോളോയിങ് വാല്യൂസ്. കുറച്ച് വാല്യൂസ് തന്നിരിക്കും, നമ്മൾ ബൈനറി സെർച്ച് ട്രീ വരയ്ക്കണം. അപ്പൊ ആദ്യമായിട്ട് ഇതിലെ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് നോഡാണ്. ഹിയർ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 47 ആണ്. വി ആർ ഇൻസേർട്ടിങ് 47. 47 നമ്മൾ ഫസ്റ്റ് റൂട്ട് നോഡായിട്ട് നമ്മൾ വരച്ചു. ദെൻ നെക്സ്റ്റ് 12 ആണ്. 12 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതെന്ന് പറയുന്നത് 47-നേക്കാട്ടിലും ലെസ് വാല്യൂ ആയതുകൊണ്ട് ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് നമ്മൾ വരച്ചു. ദെൻ നെക്സ്റ്റ് കംസ് ദ 75. 75 47-നേക്കാട്ടിലും ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സബ് ട്രീ ആയിട്ട് 75 വരച്ചു. ദാറ്റ് മീൻസ് വി ആർ ഇൻസേർട്ടിങ് 75 as right subtree. Then 88 എന്ന് പറയുന്നത് റൂട്ട് നോഡായ 47-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. നെക്സ്റ്റ് നോക്കുമ്പോൾ 75-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ 75-യുടെ റൈറ്റ് സബ് ട്രീ ആയിട്ട് നമ്മൾ 88 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇൻസേർട്ട് 90 ആണ്. അടുത്ത് വരുന്നത് 90 ആണ്. അപ്പൊ 90 നോക്കുകയാണെങ്കിൽ 47-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, 75-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, 88-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമ്മുടെ 90 റൈറ്റ് സബ് ട്രീ ആയിട്ട് നമ്മൾ വരച്ചു. ദെൻ ഇൻസേർട്ട് 73. 73 നമ്മൾ നോക്കുകയാണെങ്കിൽ റൂട്ട് നോഡായ 47-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ് 73. പക്ഷെ അടുത്ത നോഡായ 75-നേക്കാട്ടിലും ലെസർ ആണ് 73. അപ്പം 75-യെക്കാട്ടിലും കുറവ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റ് സബ് ട്രീ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. 75-യുടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് 73 നമ്മൾ വരച്ചു. അതായത് റൂട്ട് നോഡ് 75 ആണെങ്കിൽ ആ റൂട്ട് നോഡിനെക്കാട്ടിലും കുറവായിരിക്കും ലെഫ്റ്റ് സബ് ട്രീ. ദെൻ ആ റൂട്ട് നോഡ്, അതായത് 75-യെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും റൈറ്റ് സബ് ട്രീ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ 75-യുടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് കംസ് ദ 57. നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് സീക്വൻഷ്യൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 57 ആണ്. 57 എന്ന് പറയുന്നത് റൂട്ട് നോഡ് 47-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ 75 ആണ്. 75-യെക്കാട്ടിലും ലെസർ ആണ് 73. 73-യെക്കാട്ടിലും ലെസർ ആയിട്ടാണ് 57 വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് 73-യുടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് 57 നമ്മൾ വരച്ചു. ദെൻ നെക്സ്റ്റ് വന്നത് ഇൻസേർട്ട് 1 ആണ് ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ഇൻസേർട്ട് 1 ആണ് കൊടുക്കേണ്ടത്. റൂട്ട് നോഡ് കൺസിഡർ ചെയ്തപ്പോൾ 47-നേക്കാളും ലെസ് ആണ് 1. ദെൻ 12-നേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് നമ്മൾ 12-ന്റെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് 1 വരച്ചു. ദെൻ ഇൻസേർട്ട് 85. 85 ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ്. ദെൻ 85 കൺസിഡർ ചെയ്യുമ്പോൾ റൂട്ട് നോഡ് 47-നേക്കാളും ഗ്രേറ്റർ ആണ്, 75-യെക്കാട്ടിലും എന്താണ് ഗ്രേറ്റർ ആണ്. Then we have to insert 85 here. That means 88-നേക്കാട്ടിലും ലെസർ ആണ് 85. So 88-ന്റെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ടാണ് 85 എഴുതേണ്ടത്. Then next 50 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 50 എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ we have to consider റൂട്ട് നോഡ്. റൂട്ട് നോഡ് 47-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, 75-യെക്കാട്ടിലും കുറവാണ്, 73-യെക്കാട്ടിലും കുറവാണ്, ദെൻ 57-നെക്കാട്ടിലും കുറവാണ് 50.
അപ്പം 57ന്റെ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് 50 ഇൻസേർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇൻസേർട്ട് 62. 62 ഇൻസേർട്ട് ചെയ്യേണ്ടത് we have to look on to the root node. അതായത് 47നേക്കാളും ഗ്രേറ്റർ ആണ് 62. നെക്സ്റ്റ് നോക്കുമ്പോൾ 75നേക്കാളും ലെസ്സർ ആണ് 62 വരുന്നത്. അപ്പൊ ലെഫ്റ്റ് സബ്ട്രീയിലോട്ടാണ് പോകേണ്ടത്. ദെൻ 73ക്കാളും ലെസ്സർ ആണ്. ദെൻ 57നേക്കാട്ടിലും ഗ്രേറ്റർ ആണ് 62. ദെൻ നമ്മൾ 57ന്റെ റൈറ്റ് സബ്ട്രീ ആയിട്ടാണ് എഴുതേണ്ടത്. ഹിയർ വി ആർ ഇൻസേർട്ടിങ് 62 in the right subtree of 57. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അനദർ വൺ എക്സാമ്പിൾ. ക്രിയേറ്റ് എ ബൈനറി സെർച്ച് ട്രീ ഫോർ ദ ഫോളോയിങ് വാല്യൂസ് എന്ന് പറഞ്ഞ് കുറച്ച് സീക്വൻസ് ഓഫ് വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ട്രീ വരയ്ക്കേണ്ടത്. ഫസ്റ്റ് 62 നമ്മൾ റൂട്ട് നോഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ 14 ലെസ് ദാൻ 62, സോ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അതായത് 14 ലെഫ്റ്റ് സബ്ട്രീ. ദെൻ നെക്സ്റ്റ് 96 വന്നു. 96 എന്ന് പറയുന്നത് 62നേക്കാളും ഗ്രേറ്റർ ആണ്. സോ 96 നമ്മൾ റൈറ്റ് സബ്ട്രീ ആയിട്ട് വരച്ചു. ദെൻ നെക്സ്റ്റ് കംസ് ദ 12 നമ്മൾ 62നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സബ്ട്രീ ആണ് നോക്കേണ്ടത്. ദെൻ 14 വന്നു. 14നേക്കാളും ലെസ് ദാൻ ആണ് 12. സോ നമ്മൾ 14ന്റെ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് 12 വരച്ചു. Then next comes the 105. That means 62നേക്കാളും ഗ്രേറ്റർ ആണ്, 96നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ റൈറ്റ് സബ്ട്രീ ആയിട്ട് നമ്മൾ 105 കൊടുക്കുക. Then next comes the 3. 3 എന്ന് പറയുന്നത് 62നേക്കാളും ലെസ്സർ ആണ്. സോ ലെഫ്റ്റ് സബ്ട്രീ ആണ് നമ്മൾ നോക്കേണ്ടത്. 14നേക്കാളും ചെറുതാണ് 3, 12നേക്കാളും ചെറുതാണ് 3. സോ 12ന്റെ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് നമ്മൾ 3 ഇൻസേർട്ട് ചെയ്തു. Then next comes 75. 62 എന്ന് പറയുന്ന റൂട്ട് നോഡിനെക്കാട്ടിലും വലുതാണ്. Then 96 വന്നു. 96നേക്കാട്ടിലും ചെറുതായിട്ടുള്ള വാല്യൂ ആയിരിക്കും ലെഫ്റ്റ് സബ്ട്രീയിൽ വരുന്നത്. അപ്പം 96ന്റെ ചെറുതായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് 75 അവിടെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് കംസ് 22. 22 എന്ന് പറയുന്നത് 62നേക്കാട്ടിലും ലെസ് ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സബ്ട്രീ ആണ് നോക്കേണ്ടത്. ലെഫ്റ്റ് സബ്ട്രീയിൽ കയറി 14 ചെക്ക് ചെയ്തു. 14നേക്കാളും ഗ്രേറ്റർ ആണ് 22. സോ 22 നമ്മൾ 14ന്റെ റൈറ്റ് സബ്ട്രീ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. Then next comes 87. 87 is greater than 62. So റൈറ്റ് സബ്ട്രീ ആണ് നോക്കേണ്ടത്. ഇതിൽ റൈറ്റ് സബ്ട്രീയിൽ 96 ആണ്. ഈ 87 എന്ന് പറയുന്നത് 96നേക്കാളും ചെറുതായതുകൊണ്ട് ലെഫ്റ്റ് സബ്ട്രീയിൽ വേണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ദെൻ ലെഫ്റ്റ് സബ്ട്രീയിൽ പോയി അവിടെ 75 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ദെൻ 75നേക്കാളും ഗ്രേറ്റർ ആണ് 87. സോ 75യുടെ റൈറ്റ് സബ്ട്രീ ആയിട്ട് 87 ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് കംസ് 32. 32 എന്ന് പറയുന്നത് റൂട്ട് നോഡ് 62നേക്കാളും കുറവാണ്. അപ്പൊ ലെഫ്റ്റ് സബ്ട്രീ നമുക്ക് ട്രേസ് ചെയ്യണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സബ്ട്രീയിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ദെൻ 14 വന്നു. 14നേക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂ ആണ് 32. സോ എന്താണ് നമ്മൾ 22ന്റെ റൈറ്റ് സബ്ട്രീ ആയിട്ട് 32 ആഡ് ചെയ്തു. നെക്സ്റ്റ് കംസ് 20. 20 എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ്ട്രീയിലാണ് വരുന്നത്. പക്ഷെ 22നേക്കാളിലും ലെസ് ആണ്. സോ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് 20 ആഡ് ചെയ്തു. നെക്സ്റ്റ് കംസ് 13. 13 എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ്ട്രീയിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 12 വന്നു. 12നേക്കാട്ടിലും ലെസ് അല്ല, ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ 13നെ റൈറ്റ് സബ്ട്രീയിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് 102. 102 എന്ന് പറയുമ്പോൾ റൈറ്റ് സബ്ട്രീയിലോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് 62നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, 96നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, 105നേക്കാട്ടിലും ലെസ് ആണ്. സോ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ടാണ് 102 ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കംസ് 69. 69 എന്ന് പറയുന്നത് റൈറ്റ് സബ്ട്രീയിലാണ് നമുക്ക് പോകേണ്ടത്. 96 വന്നു. 96 വന്നു. ദെൻ 75. ദെൻ 75കാട്ടിലും ലെസ് ആണ് 69. സോ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ടാണ് 69 ഇൻസേർട്ട് ചെയ്യേണ്ടത്. Then 125. 125 is greater than the root node
ദെൻ നെക്സ്റ്റ് നമ്മൾ റൈറ്റ് സബ് ട്രീ ആണ് ട്രേസ് ചെയ്യേണ്ടത്. റൈറ്റ് സബ് ട്രീയിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 96 ചെക്ക് ചെയ്യുന്നു. 96-നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് 125. അടുത്ത വീണ്ടും റൈറ്റ് സബ് ട്രീയിലോട്ട് പോയി. ദെൻ 105-നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് 125. സോ നമ്മൾ റൈറ്റ് സബ് ട്രീ ആയിട്ടാണ് 125 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതായത് സീക്വൻസ് ഓർഡറിൽ നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ അറേഞ്ച് ചെയ്ത് ഫിഗർ വരയ്ക്കും.